SKN40 ജനകീയ യാത്രയ്ക്ക് മഞ്ചേരിയുടെ പൂർണ്ണ പിന്തുണ. MLA-മാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ലഹരിക്കെതിരെ അണിചേർന്നു. മഞ്ചേരി ഇന്ദിരാഗാന്ധി ബസ് സ്റ്റാൻഡിൽ നിന്നായിരുന്നു ഇന്നത്തെ യാത്രയുടെ തുടക്കം. നിരവധി കൂട്ടായ്മകൾ യാത്രയ്ക്ക് പിന്തുണ അറിയിച്ച് എത്തി. വരുന്ന തലമുറ നമ്മളെപ്പോലെ ഇവിടെ ജീവിക്കണം, അതിന് വേണ്ട ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ലഹരി മുക്തമാക്കണം നമ്മുടെ നാട് എന്നുള്ളത്. അതിനുവേണ്ടി താങ്കൾ നേതൃത്വം നടത്തുന്ന ഈ പ്രയാണം കേരള ജനത വളരെ സന്തോഷത്തോടെ ഇതുവരെ സ്വീകരിച്ചു. ലഹരിക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ യുവജനങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞങ്ങളുടെയൊക്കെ പിന്തുണ മെക്സവന്റെ, പ്രത്യേകിച്ചും മഞ്ചേരിയിലെ മെക്സവൻ ലേഡീസിന്റെ പൂർണ്ണ പിന്തുണ ഇതിന്റെ പിന്നിലുണ്ടാവും. 9 മണിയോടെ മഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്ന തുവൂർ ഗാലക്സി ക്ലബ്ബും ഫുട്ബോൾ മൈതാനത്ത് ഒത്തുചേർന്നു. ഗാലക്സി തെക്കുംപുറം ഒരു കുലപതിക്കാണ് നമ്മൾ കൈമാറുന്നത്. സാറ് നയിക്കുന്ന ഈ നല്ല കാര്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു ക്ലബ്ബാണ്. നാട്ടിലെ ഒട്ടനവധി ഇത്തരം വിപത്തുകൾക്കെതിരെ പോരാടുന്ന പടയാളികളാണ് ആ ക്ലബിലുള്ളത്. യാത്രയ്ക്ക് ആശംസകൾ നേർന്ന് 24 ചെയർമാൻ ആലുങ്ങൽ മുഹമ്മദ്. SKN40 ഇത്ര നന്നായിട്ട്, വളരെ നന്നായിട്ട് കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണിച്ച ഈ ധൈര്യം, മാഫിയ സംഘത്തോട് നേരിടാൻ കാണിച്ച ധൈര്യം ഞാനിവിടെ അനുമോദിക്കുകയാണ്. 11:30 ജനകീയ യാത്ര വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക്. നൂറുകണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും ലഹരി എന്ന വിപത്തിനെതിരെ ഒന്നിച്ചു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി പ്രോത്സാഹിപ്പിക്കില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഉച്ചയ്ക്ക് ശേഷം കൊട്ടൂക്കര PPM ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനകീയ യാത്രയെത്തും. മലപ്പുറത്തെ 3 ദിവസത്തെ പര്യടനം പൂർത്തിയാക്കി നാളെ യാത്ര വയനാട്ടിലേക്ക് കടക്കും. 24 മലപ്പുറം.